ബർത്ത്ഡേ പാർട്ടി ഗംഭീരമായിരുന്നു ഡോക്ടർ. അല്പം വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ തകർത്തേനെ. ഞാനത് ഉപയോഗിക്കില്ലെന്ന് അറിയാമല്ലോ, എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ഇറങ്ങട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ പോട്ടെ കുഞ്ഞെ, രാവിലെ നേരത്തെ വരണം. ശരി. ശ്രീദേവി, നൃത്തം മനോഹരമായിരുന്നു. കിടന്നാൽ ഇന്ന് ഉറക്കം വരില്ല. അതെന്താണ്? മനസ്സ് മുഴുവൻ ശ്രീദേവിയുടെ ചിരിക്കുന്ന മുഖമാണ്. നിൽക്കൂ, ഇന്ന് ചേട്ടന്റെ പിറന്നാളല്ലേ? അനിയത്തിക്ക് എന്റെ ഒരു സമ്മാനം ഉണ്ടാക്കാം. I will kill you. നീ അകത്ത് പോ. Get up. താങ്ക് യു. എന്റെ ജന്മദിനത്തിന് നിങ്ങളെ ക്ഷണിച്ച് എന്തുകൊണ്ടാണെന്നറിയാമോ? അറിയാമോ മിസ്റ്റർ സോമരാജൻ? അത് ക്ഷണിച്ചവർക്കല്ലേ അറിയൂ. നിങ്ങളുടെ കെട്ടിടത്തിൽ ഞങ്ങൾ താമസിക്കുന്നുകൊണ്ടല്ല, അതിന് ഞാൻ വാടക തരുന്നുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായതുകൊണ്ടുമല്ല. പണക്കാരായ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതി. ഒരു മൃഗത്തെ പോലെ ഞാൻ പെരുമാറി. അത് എന്നോട് ക്ഷമിക്കണം. ഡോക്ടർക്ക് വിരോധമില്ലെങ്കിൽ ശ്രീദേവിയെ ഞാൻ വിവാഹം ചെയ്തോളാം. സാധ്യമല്ല. എന്റെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് കരുതിയിട്ടായിരിക്കും. നിങ്ങളുടെ വീട്ടുകാരുടെ പണവും സമ്മതവുമെല്ലാം എനിക്ക് പുല്ലാണ്. എന്റെ സഹോദരി വിവാഹം കഴിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഡോക്ടർ ഉദ്ദേശിക്കുന്ന യോഗ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാണ് ശ്രീദേവിയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അപേക്ഷയുണ്ട്. മിസ്റ്റർ സോമരാജൻ, ഇനി ഒരിക്കൽ കൂടി നിങ്ങളിത് പറയരുത്. ഞാൻ ഈ നാട്ടിൽ വന്ന നാൾ മുതൽ നിങ്ങളെപ്പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. ശ്രീദേവി എന്റെ പ്രാണനാണ്. അവളെ ഇതുവരെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങളെപ്പോലൊരു വിടന്റെ കയ്യിൽ കൊടുക്കാനല്ല. മേലാൽ നിങ്ങൾ ഇവിടെ വരരുത്. നിങ്ങൾ വരുന്നത് എനിക്കിഷ്ടമല്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നടത്താതിരുന്നിട്ടില്ല. ഭയപ്പെടുത്തുകയാണോ? അല്ല, ഒരു സത്യം പറഞ്ഞു എന്ന് മാത്രം. വരട്ടെ. ഗുഡ് ബൈ. ശ്രീദേവി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? കരയാതെ. അച്ഛനും അമ്മയും മരിക്കുമ്പോ നീ കുഞ്ഞായിരുന്നു. ഞാൻ എന്റെ തോളിൽ കിടത്തിയാണ് നിന്നെ വളർത്തിയത്. നീ വലുതായി എന്ന ബോധം ഇന്നുവരെ എനിക്കില്ലാതെ പോയി. ഈ വീട്ടിൽ വരുന്നവരെല്ലാം നല്ലവരാണെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റിപ്പോയി ശ്രീദേവി, എനിക്ക് തെറ്റിപ്പോയി. നടന്നതെല്ലാം നീ മറന്നേക്കൂ. നിന്നെ യോഗ്യനായ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമേ ഇനി നിന്റെ ചേട്ടൻ അടങ്ങിയിരിക്കൂ. സമാധാനമായി കിടന്നുറങ്ങൂ. എന്താ കരയുന്നത്? കരച്ചിൽ വന്നിട്ടാ. അത് മനസ്സിലായി. കരയാനുള്ള കാര്യം? കൂട്ടുപിരിഞ്ഞു പോയി. അവസാനത്തെ വണ്ടിയും പോയി. ആരായിരുന്നു കൂട്ട്? എന്റെ അനിയത്തിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ കയറിയതാ. രണ്ടുപടം ആയിരുന്നുകൊണ്ട് ഭയങ്കര ഇടിയും ബഹളമായിരുന്നു. സിനിമയിലോ തിയേറ്ററിലോ? എല്ലായിടത്തും ഒരേ ബഹളമായിരുന്നു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കൂട്ടുപിരിഞ്ഞു പോയി. അവസാനത്തെ വണ്ടി എങ്ങോട്ടായിരുന്നു? മുണ്ടക്കൈത്തോട്ടാ. ഇനി നാളെ ഉള്ളെന്ന് പറയുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാ പോകുന്നു? അതറിയാൻ പാടില്ലാത്തോണ്ടാ എനിക്ക് കരച്ചിൽ വരുന്നത്.
എന്താ പേര്? സാറാമ്മ. സാറാമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോടൊന്നിച്ചു വാ. ഇന്ന് രാത്രി എന്റെ വീട്ടിൽ താമസിക്കാം. എന്നിട്ട് നാളെ രാവിലെ പോവാം. വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാൽ മതി. സാറിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വാസം വരാൻ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിടം വെച്ച് സാറൊരു മാന്യനാണെന്ന് എനിക്ക് തോന്നി. സന്തോഷം. എന്നാ വന്നാട്ടെ. പെട്ടിയിലെന്തോന്നാ? ഓ, കാലിപ്പെട്ടിയാ സാറേ, 2ാം കൈക്ക് മേടിച്ചതാ. ആ വരി. സാറിന്റെ വീട്ടിൽ സൗകര്യം കാണുക എന്തോ? എന്തോന്നിനാ? എനിക്കും കൂടെ ഒന്ന് ചുരുണ്ടൂടി കിടക്കാനാ. എന്തിനാ ചുരുളുന്നത്? നിവർന്ന് തന്നെ കിടന്നു. ഒരു 16 സാറാമ്മമാര് കിടന്നാലും അറിയത്തില്ല. അപ്സ്റ്റേഴ്സാ. കർത്താവേ, അതെന്തോന്നാ സാറേ? മാളിക, മണിമാളിക. വന്ന് നോക്ക്. സാറിന് കെട്ടിയോളുമാർ എത്ര ഉണ്ട്? എന്തോന്നാ? അയ്യോ സാറേ, തെറ്റിപ്പോയി. മക്കൾ എത്ര ഉണ്ട്? മക്കളില്ല, ഭാര്യയുണ്ട്. അവള് പിണങ്ങി അവിടെ വീട്ടിൽ പോയിരിക്കുക. അപ്പൊ സാറോ? ഞാൻ പിണങ്ങി എന്റെ വീട്ടിൽ താമസിക്കുന്നു. അല്ലാതെ എവിടെ പോകാനാ? ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ? ഓ, എനിക്ക് അങ്ങനെ വീട്ടുകാര്യം കൂടിയേ തിരിവന്നില്ല. പണ്ടേ അങ്ങനെ. എനിക്ക് നാട്ടുകാര്യമാണ് ഇഷ്ടം. അതായിരിക്കും ഭാര്യ പിണങ്ങിപ്പോയത്. പോയി ചാകട്ടെന്ന്. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒരു മുറി വാരിക്കൂട്ടി പൂട്ടിയിരിക്കുക. പൊന്നും പണവും വെച്ച് പൂട്ടാൻ അളമരിയുണ്ട്. എനിക്ക് വല്ല മെന്റൽ റൈസും ഉണ്ടോ? സുഖം. ഒന്നോർത്താ ഇതുവരെ സുഖവാ അല്ലേ സാറേ? പരമസുഖമല്ലേ? നീ വാ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? വരണം. ഇതാരുടെ വീടാ സാറേ? എന്റെ വീട് തന്നെ. എന്താ പരിചയമുണ്ടോ? ഞാനങ്ങും വന്നിട്ടില്ല. അല്ല, സാറ് ഹിന്ദുവാണോ? ആണല്ലോ. അയ്യോ സാറേ, ഞാൻ ഞങ്ങളുടെ സ്വജാതിയുടെ വീട്ടിലേ താമസിക്കത്തുള്ളൂ. അന്യജാതിയുടെ വീട്ടിൽ താമസിക്കത്തില്ല. വരട്ടെ സാറേ. ഏമാനെ, കടുവായെ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ ഇതാണ്. ഇവൾ ഏമാനെയും പിടിച്ചോ? ഇവളാണ് ഏമാന്റെ പാത്രം കടിച്ചോണ്ട് പോയ പാത്തുമ്മ. ഇന്നിവൾ സാറാമ്മയാണ്. ഏമാൻ എവളെയും കൊണ്ടുവരുന്നത് കണ്ടോണ്ട് ഞങ്ങൾ പുറകെ പോന്ന. ഇവൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എടേ ഭാര്യയെ, വരുന്നു. ഇവളാണ് ഇവിടെ വന്ന് നിന്റെ പാത്രം അടിച്ചുകൊണ്ട് പോയ യക്ഷി. ആ, ഇവള് കൊള്ളാവല്ലോ. എടേ, ജീവൻ വേണമെങ്കിൽ സത്യം പറയണം. എന്താണ് നിന്റെ പേര്? സാറാമ്മ. അപ്പൊ പാത്തുമ്മയോ? അത് ഞാനല്ല. ഇവളോട് ഇങ്ങനൊന്നും ചോദിച്ചാൽ ഇവൾ ഉത്തരം പറയത്തില്ല. കുറിപ്പേ, ഉത്തരവ് അകത്ത് അളമാരിക്കാത്തിരിക്കുന്ന കോപ്പി കിടത്തുക. അയ്യോ യമാനെ, അത് വേണ്ട, ഞാൻ സത്യം പറഞ്ഞേക്കാം. അങ്ങനെ നേരെ വാ. നീ തങ്കമണിയല്ലേ? റെസ്ക്യൂ ഹോമിൽ നിന്ന് ചാടിപ്പോയ തങ്കമണി. എടീ, നീ തങ്കമണിയല്ലേ എന്നാണ് ചോദിച്ചത്. എല്ലാം അറിഞ്ഞിരുന്നോണ്ട് എന്തൊരു ചോദ്യവാ. വാ, തങ്കമണി തന്നെ. എന്തൊരു വേണോ? നിന്നെ ആശ്ചയിരിക്കുന്നു. ഒലക്കയുടെ മൂട്. വാ പോകാൻ. ജീപ്പ് വിളി. ജീപ്പോ? എന്താ കണ്ടിട്ടില്ലേ? എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ജീപ്പിലേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ വിളി. പിന്നെ കുറെ പുളിക്കും. എന്റെ ശരീരത്തിലെങ്ങാനും തൊട്ടാ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്നെ കൊണ്ടുപോകണോ? ജീപ്പുമായിട്ട് പെമ്പോലീസ് വരണം. യെസ്, ഡോക്ടർ രാജേന്ദ്രൻ ഹിയർ. ഞാൻ സോമരാജ്. ഡോക്ടർ മുഖത്ത് നോക്കി വിടലെന്ന് വിളിച്ചിട്ടും മിണ്ടാതെ പോകുന്ന മനുഷ്യൻ. നിങ്ങൾക്ക് എന്ത് വേണം? ഒന്നും വേണ്ട, ഒരു വിവരം അറിയിക്കാൻ വിളിച്ചതാ. നിങ്ങളുടെ പ്രാണനാണെന്ന് പറഞ്ഞ സഹോദരി ഉണ്ടല്ലോ, ശ്രീദേവി. അവളെ ഞാൻ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ. എനിക്ക് അസാധ്യമായി. ഈ ഭൂമുഖത്തൊന്നും തന്നെ ഇല്ല. വിശ്വാസമില്ലെങ്കിൽ നിന്റെ അനിയത്തി കിടന്ന് വിളിക്കുന്നൊന്ന് കേട്ടുകൊള്ളൂ. ഈ ദുഷ്ടൻ എന്നെ ചതിച്ചിവിടെ കൊണ്ടുവന്ന് മുറിയിലടച്ചിരിക്കുകയാണ്. Oh God! God is far away. ദൈവം വളരെ ദൂരെയാണ് ഡോക്ടർ. ഗുഡ് ബൈ. ഹലോ ഹലോ ഹലോ, യു ബ്ലഡി റാസ്കൽ. ഈശ്വരനെ വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. പ്ലീസ്.
സോമരാജന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കുള്ള വഴിയേതാ? ഇതിലെ ഇടത്തോട്ട് പോയാൽ മതി. എന്താ ഡോക്ടർ? ഇതെല്ലാം എന്താ ഡോക്ടർ? എല്ലാം പിന്നെ പറയാം ഡോക്ടർ. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ശ്രീദേവി, ഇതാ വെള്ളം കുടിക്കൂ. എന്താ ഡോക്ടർ, എന്താ ഉണ്ടായത്? എല്ലാം ഞാൻ പറയാം ഡോക്ടർ. പക്ഷേ മറ്റാരോടും ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇല്ല ഡോക്ടർ, ഞാൻ പറയില്ല. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും പറയില്ല. എനിക്ക് വേണ്ടിയല്ല, എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉറപ്പ് ഞാൻ ആവശ്യപ്പെട്ടത്. ഡോക്ടർ, ഞാൻ ശ്രീദേവിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ വന്നതാണ്. ഞാൻ സോമരാജനെ വെടിവെച്ച് കൊന്നു. വരൂ, ഞാനെല്ലാം പറയാം. ആഹാരം വല്ലതും കഴിച്ചോ മാധവിയമ്മേ? പാല് കൊടുത്തിട്ട് കുടിച്ചില്ല. ശ്രീദേവി, വിശക്കുന്നില്ലേ? കുറച്ച് പാലെങ്കിലും കഴിക്കണ്ടേ? സ്പൂണിൽ കുറേശ്ശെ കോരി കൊടുത്തു നോക്കൂ, ചിലപ്പോ കഴിച്ചേക്കും.